Aliens. ചേച്ചി ഓ നീ വന്നേ. എന്താടി? നമ്മളെങ്ങനെ പോവും ചേച്ചി? എന്താ അമ്മ ഇങ്ങനെ ഇരിക്കുമ്പോ എങ്ങനെ പോവാനാ? അമ്മയ്ക്ക് അങ്ങനെ അത്ര വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാലും അമ്മേനെ ഇട്ടിട്ട് എങ്ങനെ പോവും? അത് രണ്ടുപേരും കൂടെ പോണ മോശല്ലേ? അതാ നാട്ടുകാരെന്ത് വിചാരിക്കും? നാട്ടുകാരെ ഒന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. നമുക്കൊരു കാര്യം ചെയ്യാന്ന തൽക്കാലം ഞാനും മുത്തും കൂടി അങ്ങ് പോകാം. എങ്ങനെ? അല്ല ഞാനും മുത്തും കൂടി പോകാം. അപ്പൊ ഞാന് നീ ഇപ്പൊ മാമിയല്ലേ, നീ അത്യാവശ്യമല്ലല്ലോ അവിടെ. ആ കൊച്ചു എത്ര പ്രാവശ്യം പറഞ്ഞു മാമി വരണോന്ന്. എടി അത് ശരിയായിരിക്കും. അത് പിന്നെ ഇത്ര അടുത്ത് 2 വീടുകൾ കിടക്കുമ്പോഴത്തേക്ക് അവര് ഒരാളെ ഒഴിവാക്കി വിളിക്കും. അതുകൊണ്ട് അങ്ങനെയൊന്നുമല്ല. ആ കൊച്ചിന് നല്ല ആഗ്രഹത്തിലെ വിളിച്ചത്. അതിന് ആ കൊച്ചിന് നിനക്ക് എങ്ങനെ അറിയാം? പിന്നെ എത്ര പ്രാവശ്യം ഇവിടെ മുത്തിനെ കാണാൻ വന്നല്ലേ നിനക്ക് അറിയാൻ പാടുള്ളൂ. അപ്പൊ മുത്തിന്റെ അമ്മയല്ലേ കൂടെ പോണ്ടത്? ഈ വീട്ടിൽ നിന്ന് മുത്ത് പോണുണ്ടല്ലോ, ആ വീട്ടിൽ നിന്ന് ഞാനും പോവാം. നീ ഒന്നല്ലെങ്കിൽ ഒരു പോലീസുകാരന്റെ ഭാര്യയല്ലേ? പോലീസുകാരന്റെ ഭാര്യ ഞാൻ ഇങ്ങനെ ഹൽദിക്കൊക്കെ പോണുണ്ടോ? നീ ഒരു ടീച്ചറല്ലേ? നാണോല്ലേ ഇങ്ങനെ നടക്കാൻ? എനിക്കത് എന്റെ കൊച്ചിന്റെ കൂടെ അല്ലേ ഞാൻ പോണത്. ചേച്ചിയുടെ അമ്മയ്ക്കാട്ടോ വയ്യാത്തതേ. അപ്പൊ ഞാൻ വരണ്ടെന്നോ? ചേച്ചി വരണ്ടെന്നല്ല, നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം. അതല്ലേ ഒരു രസം. എങ്ങനെ പോകും? ഏട്ടൻ പറമ്പിലോട്ട് പോയിട്ടുണ്ട്. ചേച്ചി ഏട്ടനോട് പറ. ഞാൻ എന്താ പറയാ? ഏട്ടന് ഇച്ചിരി സമയം ഇവിടെ ഇരിക്കാൻ പറ. അത് ശരി, അവൻ ഇച്ചിരി ബാക്കിയുള്ള സമയത്തൊക്കെ ഇരിക്കുന്നത്. അത് കറക്റ്റ് കാര്യം. ഇതാവുമ്പോ പണി ഇല്ലാത്തപ്പോഴും ഇരിക്കൂല, പണി ഉള്ളപ്പോഴും ഇരിക്കൂല. അത് തന്നെ. നമ്മളിങ്ങനെ എന്തോരം ആഗ്രഹിച്ചതാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് പോവാന്ന്. അത് സത്യം. അപ്പൊ നീ ഒന്ന് പറ. ഞാൻ പറയത്തില്ല, എനിക്ക് പേടിയാ. എന്നെ എന്തെങ്കിലും ഇതെന്താ അവനെന്താ നമ്മളെ പിടിച്ച് വിഴുങ്ങാൻ നിൽക്കുന്ന? നമ്മൾ ഇത്ര പേടിക്കാൻ അവനെന്ത് ഇവിടുത്തെ രാജാവോ? പിന്നെ ചേച്ചിയും കൂടെ ചോദിക്കും. ഞാൻ ഈ പെങ്ങളെങ്ങനെ ചോദിക്കാൻ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലല്ലേ തീരുമാനിക്കേണ്ടത്. അല്ല എനിക്ക് പോകാൻ ഇപ്പൊ ഞാനങ്ങ് പോകാം. എനിക്ക് അവന്റെ അനുവാദം വേണ്ടല്ലോ. നിനക്ക് പോകണമെങ്കിൽ അനുവാദം വേണ്ടേ? ഞാൻ പറയാം ഏട്ടാ ഞാനൊന്ന് പൊക്കോട്ടെ, ചേച്ചി ഇവിടെ ഇരിക്കുമെന്ന് പറയും. അപ്പൊ ഏട്ടൻ പറയാം അവിടെ ഇരുന്നാ മതി എന്ന് പറയും. അത് അങ്ങനെ വെച്ചാൽ മതിയോ? ഞാൻ ഇനി ഒന്നും വേണ്ട. ചേച്ചിതേ മുത്തിനെയും കൂട്ടിയിട്ട് മുത്തിനെ കൊണ്ട് പറയിപ്പിക്കേ. അപ്പൊ ഏട്ടൻ എന്തായാലും കേക്കും. എനിക്കിതിനകത്ത് ഒരഭിപ്രായവും ഇല്ല. അമ്മയ്ക്ക് വയ്യാതെ കിടക്കുമ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ സർക്കിട്ട് അടിക്കുന്നത് ശരിയല്ല. നിന്റെ അഭിപ്രായമില്ല? അല്ല, പിന്നെ പോണില്ല. പോവണ്ട. മക്കളെ മാമ എന്തെങ്ങനെ നിൽക്കുന്നത്? മക്കള് പോണം. പോണെന്നാണ് എന്റെ മാമൻ പറയണേ. അല്ല അല്ല ഇത് സോപ്പടാ. ഞാൻ നിന്റെ മാമൻ തന്നെ. അത് കുഴപ്പമില്ല. ഡേയ് മക്കള് മാത്രം പോകാനും അല്ല, ഇവർക്ക് 2 പേർക്കും ഡ്രസ് എടുത്ത് കൊടുത്തതിനാ? ഇവർ കൂടി മക്കളെ കൂടെ വരാൻ വേണ്ടിട്ടല്ലേ? അല്ല മാമ ഇങ്ങനെ പറഞ്ഞത്? അപ്പൊ ഞങ്ങളും പോണോന്നാണോ നീ പറയണേ? ഇനിയിപ്പൊ പോവാറ്റ ചെയ്യാ. ഇനിയിപ്പൊ നീ പറഞ്ഞിട്ട് ചെയ്തില്ല എന്ന് വേണ്ട. ഇല്ല എന്റെ മുഖത്ത് നോക്കി പറയണേ. എന്ത് ഇങ്ങോട്ട് വാ. എന്തൊക്കെയാ നിങ്ങളുടെ ആക്ച്വലി നിങ്ങളുടെ പ്ലാൻ എന്താ? മറ്റോടെ എവിടെ ഇല്ലേ? മാമി പൊക്കി വായോ. ഓടി വാ, എനിക്ക് സമയം. അല്ല അമ്മയ്ക്ക് വയ്യാത്തല്ലേ ഏട്ടാ, അതുകൊണ്ട് പോവണ്ട. അതല്ലേ നല്ലത്. പിന്നെ അതല്ലേ നല്ലത്. ഞാനിവിടെ ഉണ്ടല്ലോ. അമ്മയ്ക്ക് എന്താണ് വയ്യാത്തത്? ഇപ്പോ ഷുഗർ എന്ന് പറയുമ്പോ എല്ലാവർക്കും ഉള്ള തന്നെ. ഇപ്പൊ അത് പ്രായം പോലും ഇല്ല. എല്ലാരും കയറി വരും. ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പൊയ്ക്കോ. ആ പക്ഷെ നിങ്ങൾ വരുമ്പോ വൈകുന്നേരം ആവൂലേ? അല്ല മാമനും വരാന്ന് പറഞ്ഞു. അമ്മ ഇവിടെ വെക്കല്ലേ, ഞാൻ ഇവിടെ നിന്നോളാം. ഇവിടെ റൊണാൾഡോ ചേച്ചനുണ്ടല്ലോ. റൊണാൾഡോ ശരി, അവരുടെ ക്ലീറ്റ് വേണമെങ്കിൽ കുഴപ്പമില്ല. ഞാനിവിടെ നിന്നോളാം. നിങ്ങൾ അവനെയും കൂട്ടി പൊയ്ക്കോ. അച്ഛനെ കൂട്ടിട്ട്. ഓ മക്കളെ സോപ്പ് വേണ്ടേ? തിരിച്ചു വേണ്ട. ഏതായിരുന്നു ആ സോപ്പിന്റെ പേര്?
വീടും മറന്നാടി നീ. ഇല്ല, ഒരു കാര്യം ചേച്ചിയോട് പറയാനായിരുന്നു. ഇത് ഇത്ര എനിക്ക് വേണം. അയ്യാടാ, ഞാൻ ആ സുമതിയുടെ അടുത്ത് നിന്ന് കൈയും കാലും പിടിച്ചിട്ട് ഇതൊക്കെ മേടിച്ചിട്ട് വന്നത്. എന്തുവാണ് ചേച്ചി? ഇല്ലില്ല, ചേച്ചിയുടെ സാരിക്ക് ഈ കമ്മല് മാലൊന്നും ചേർത്തില്ല. ഇത് ചെറുതാ, എനിക്ക് അത് മതി. ഇല്ല ഇല്ല ഇല്ല, ഇത് ഞാൻ തരത്തില്ല. ഇതാ ചേരണത്. ചേച്ചാ അടിപൊളി. അതെല്ലാവർക്കും ചെയ്ത് അച്ഛനും പറഞ്ഞു എനിക്കിത് അടിപൊളിയായിട്ട്. അമ്മ ഇത് മതി, നല്ല ഭംഗിയുണ്ട്. കഷ്ടമുണ്ട്, ഇത് ചെറുതായിരുന്നു. അത് മതി. മാല ഇങ്ങതാ. മാല ഇത് ഓറഞ്ച് മജന്തയും ഓറഞ്ച് ചേച്ചി അതിന് ചേരുന്നത്. പിന്നെ ഓറഞ്ച് മജന്തയ്ക്ക് ചേരുവോ? ഇത് അത് ഈ പച്ചയ്ക്ക് അത് നല്ലതായിരിക്കും, അതും കൊണ്ട് തരാം. അതാ. പക്ഷെ മാല ഇതായിരുന്നു ഭംഗി. ആപ്പിളും ഓറഞ്ചും ചേർച്ചയില്ല. അവരിവിടെ കല്യാണത്തിന് വന്നപ്പോഴേ ഞാൻ ഇവിടെ മരക്കൊറ്റി പോലെ ഇപ്പൊ ഉണ്ട്. ഒരു വാക്കെന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ നീ വരുന്നു അല്ലേ വരണ്ട. വിളിക്കാത്ത കല്യാണത്തിന് ഞാൻ വരത്തില്ല. വരത്തില്ലേ? തന്നെ വിളിക്കാത്ത ഞാൻ വരത്തില്ല. വരാതിരുന്ന ആർക്കും നഷ്ടമില്ല, നിനക്കാ നഷ്ടം. ആ പെങ്കൊച്ചു വിളിച്ചപ്പോ അവിടെ ഫുഡ് എന്തൊക്കെയാന്ന് അടി പറഞ്ഞത്? ഫുഡ് ബുഫേ ആണ്. ബുഫേ എന്ന് വെച്ചാൽ ഏതൊക്കെ ഇന്ത്യൻ ഉണ്ട്, ചൈനീസ് ഉണ്ട്, പിന്നെ പാസ്ത ഉണ്ട്, ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് കട്ടൻ ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്. വന്നില്ലേ വൻ നഷ്ടമായിരിക്കും റൊണാൾഡോകളെ. നഷ്ടവും ഈ ആഡിറ്റോറിയം തോറും കയറി ഇറങ്ങി കല്യാണം വിളമ്പുന്നത് എന്റെ അടുത്താണോ കാര്യം പറയുന്നത്? പിന്നെ നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ വരാം, വിളിച്ചില്ലെങ്കിൽ പോലും വരാം. എന്റെ അച്ഛൻ ഞങ്ങൾ കല്യാണത്തിനൊന്നും അല്ല പോണത്, പറഞ്ഞു കൊടുക്കും. അതായത് കല്യാണം ഇവിടെ വെച്ചല്ല, കല്യാണം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ്. അപ്പൊ ഇവളുടെ അപ്പൂപ്പന് വയ്യാതെ ഇവിടെ ഹോസ്പിറ്റലിലാണ്. അപ്പൊ അങ്ങോട്ട് വളരെ കുറച്ച് പേരെ കൊണ്ടുപോകണുള്ളൂ. ബാക്കി നമ്മളെ പോലെയുള്ള ഇമ്പോർട്ടന്റ് ആൾക്കാർക്കൊക്കെ ഇവിടെ റിസപ്ഷൻ വയ്ക്കുന്നുണ്ട് വീട്ടില്. അതിനല്ലേ ബുഫേ, കല്യാണത്തിന് സദ്യ അല്ലേ? അല്ലെങ്കിൽ റിസപ്ഷൻ ആണോ? അതിനല്ലേ ബുഫേ. പക്ഷെ കല്യാണം ഞാൻ വരത്തില്ല, കാര്യം വിളിച്ചിട്ടില്ലല്ലോ. കല്യാണത്തിന് സദ്യയല്ലേ? വിളിച്ചിട്ടില്ല. കൊള്ളാവോടാ? രസമുണ്ട്, നല്ല രസമുണ്ട്. വേണ്ട, എനിക്ക് ഓറഞ്ച് ഇത് വേണ്ട. പക്ഷെ കുറച്ചും കൂടെ ആഠ്യത്വം തോന്നുന്നത് ഇതാണ്. ആനപ്പാറ അച്ചാമ്മ എന്നൊക്കെ പറയുന്ന പോലെ ഒരു അത് കുഴപ്പമില്ല. മുത്തിന്റെ ഫോണല്ലേ അടിക്കുന്നത്? ഹലോ, ഇല്ല, നിങ്ങൾ എത്തിയോ? ഇതെന്തത്ര നേരത്തെ എത്തിയത്? എന്താ അത്? ഉച്ച കഴിഞ്ഞിട്ടാന്നല്ലേ പറഞ്ഞേ? അതാ ലേറ്റ്, ഉച്ച കഴിഞ്ഞിട്ടാന്ന് പറഞ്ഞിട്ട്. ഇല്ല, എനിക്കിവിടെ അമ്മൂമ്മയ്ക്ക് വയ്യാതായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നപ്പോ കുറച്ച് വൈകി. ഇനിയിപ്പോ റെഡിയായി നിൽക്കുക, ഓട്ടോ വരുന്ന ഉടനെ ഇറങ്ങും. റെഡി ആയിട്ടില്ല. ഞാൻ അവിടെ എത്താറാകുമ്പോ വിളിക്കാം. ഇല്ല, ഞാൻ തിരക്കായി, ഇപ്പൊ വാട്സപ്പ് നോക്കിയില്ല. ഇട്ടോ? ഓക്കെ, ഇപ്പൊ എത്തേ. ശരി. തുഷാരയും സൃഷ്ടിയൊക്കെ വിത്ത് ഫാമിലി അവിടെ എത്തി. ഒന്നും കേക്കൂലട്ടെ ഇവള്. ആണ്, പക്ഷെ അവർ ഇടയ്ക്ക് വെച്ച് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് ഫോട്ടോ അയച്ചു. അല്ലെങ്കിൽ അവള് 24 മണിക്കൂർ ആ സാധനത്തിലോട്ട് തലയും കുത്തി കിടക്കണ കാണാം. ഒരുങ്ങാനും സമയം കിട്ടൂല, നോക്കിക്കോ. 10 മിനിറ്റ് പോലെ എന്തേടി ഇതെന്തത്? എല്ലാരും മഞ്ഞക്കുറുക്കനെ പോലെ ഇരിക്കണേ. ഇതൊക്കെടി ഇതെല്ലാരും മഞ്ഞയാണല്ലോ. ഹൽദി ആണിന്ന്. ഹൽദി എന്ന് പറഞ്ഞാൽ എല്ലാരും മഞ്ഞ ഡ്രസ് ഇട്ട് അങ്ങനെയല്ലേ? പണക്കാരൊരു ഭാഷണ. കല്യാണത്തിന്റെ തലേന്ന് എല്ലാവരും മഞ്ഞ ഉടുപ്പൊക്കെ ഇട്ട് കുറെ മഞ്ഞവെള്ളമൊക്കെ കോരി ഒഴിച്ചൊരു മഞ്ഞ പരിപാടി. അതാണ് എല്ലാവരും ഇങ്ങനെ നിക്കണേ. എല്ലാരും മഞ്ഞാന്നല്ലോ. നിനക്കറിയാൻ പാടില്ലായിരുന്നു ഡി മുത്തേപ്പ ഇത്? നിന്നോട് പറഞ്ഞില്ലേ? പറഞ്ഞ്, പക്ഷെ ഞാൻ വിചാരിച്ചു പിന്നെ എല്ലാരും ഇനിയിപ്പോ മഞ്ഞയൊക്കെ ഇട്ടുകൊണ്ട് വരും വിചാരിച്ചു. അങ്ങനെ ഇടണ പിള്ളേരൊന്നും അല്ല. പറഞ്ഞതിൽ വല്ല വ്യത്യാസം അല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു മാമ എന്തായാലും ഡ്രസ്സ് മേടിച്ചില്ലേ, അപ്പൊ മഞ്ഞ എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പൊ വേറെ ആണെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഇടാന്ന് പറഞ്ഞു വിചാരിച്ചു. പക്ഷെ ഇപ്പൊ എല്ലാരും മഞ്ഞ. എന്റെ ദൈവം, പോവണ്ട, അതാ നല്ലത്. അയ്യേ, ഇനി പോവാതിരിക്കേണ്ട കാര്യം എന്താ? പിന്നെ ഡ്രസ് ഇട്ടോണ്ട് കല്യാണത്തിന് പോണം, കൂട്ടുകാരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യില്ലേ? പിന്നെ എന്റെ അച്ചാച്ച അവിടെ എല്ലാവരും മഞ്ഞയായിരിക്കും. ഈ തിരുവാതിര കളിയില്ലേ, അതിന് എല്ലാരും സെറ്റ് മുണ്ടായിരിക്കത്തില്ല കൊടുക്കുന്ന. അപ്പൊ രണ്ടുപേര് ഒരു പച്ച കളറിലെ പട്ടുസാരിയും ഒരു ചുവപ്പ് കളറിലെ പട്ടുസാരി കൊടുത്തോണ്ട് തന്നെ എന്തായിരിക്കും അവസ്ഥ? മീൻചാറിനകത്ത് അലുവ ഇങ്ങനെ മുങ്ങി കിടക്കുന്ന. അത് തന്നെ. അപ്പൊ അങ്ങനെ നിൽക്കും ഞങ്ങള്. ഇപ്പൊ എന്തോ ചെയ്യും? അതാ പറഞ്ഞത്, ഒന്നും ചെയ്യണ്ട, പോവണ്ട. അല്ലെങ്കിൽ നിനക്ക് ഈ ഹൽദിയും കുൽദിയാന്നൊക്കെ അറിയായിരുന്നല്ലോ. നിനക്ക് മാമ ചുരിദാർ മേടിച്ചപ്പോഴത്തേനും അങ്ങനത്തെ ഒരു ചുരിദാർ മേടിച്ചാൽ എന്തായിരുന്നു? അങ്ങനെയൊന്നും വല്ല ഹൽദിയാ എന്ന് പറഞ്ഞു. അതാ പറഞ്ഞ നിനക്ക് ഒരു ബോധവും ഇല്ലാന്ന്. ഇതിപ്പോ മഞ്ഞ ചുരിദാറിന്റെ പേര് പോവാതിരിക്കണ്ട. ഒരു മഞ്ഞ ചുരിദാർ മേടിച്ചു കൊടുത്താൽ തീരാന്ന കാര്യമല്ലേ ഉള്ളൂ. അത് ശരിയാണല്ലോ. ഒരു കാര്യം ചെയ്, മാമനങ്ങ് മേടിച്ചു കൊടുക്ക. അവളുടെ മാമനല്ലേ നീ? വേണ്ട, ഞാൻ പോണില്ല. പോവണ്ട.
അത് എന്റെ പൈസ ഉണ്ടായിരുന്നേ കണ്ട് കാലി ഹാഫ് ഇല്ലല്ലോ ഇല്ലല്ലോ ഇല്ല ആ അപ്പൊ ഇവിടെ ഇല്ല ഒരു കല്യാണത്തിന് 2 ഡ്രസ് ഒന്നും എടുക്കേണ്ട കാര്യമൊന്നും അല്ല ഞാൻ പോകണില്ല, കുഴപ്പമില്ല. ആ പോണ്ട എന്റെ അക്കൗണ്ടിൽ ഒരു 1000 രൂപയുണ്ട്. നിനക്ക് ഇതിലില്ലേ പിന്നെ അതിന് അച്ചാച്ചനെ അയച്ചുതരാം, അവക്കൊരു ഡ്രസ്സ് എടുത്ത് കൊടുക്ക്. അപ്പൊ നിങ്ങൾക്കോ? ഞങ്ങൾ ഇനി വരുന്നില്ല, പോ. വേണ്ട, കുഴപ്പമില്ല, ഞാൻ പോകണില്ല, കുഴപ്പമില്ല. എടി പെണ്ണെ വേണമെങ്കിൽ ഇത് അത് മേടിച്ചിട്ട് വേണ്ട വേണ്ടടി, അവിടെ അമ്മയ്ക്കും വയ്യല്ലോ. വേണ്ട, ഇല്ല ഞാൻ പോണില്ല. എടി പെണ്ണെ പോവാൻ അവളുടെ കൂട്ടുകാരിയുടെ കല്യാണം എന്ന് പറഞ്ഞിട്ട് പിന്നെ നീ പോവാതിരുന്ന മോശമല്ലേ? നീ ചെല്ലു പോ. എന്നാ ചേച്ചി മതിയായല്ലോ. ആ ഞാൻ ഓർക്കുമായിരുന്നു പോകാൻ ആഗ്രഹിച്ചു പോയി. അതിനിപ്പോ എന്ത് ചെയ്യാനാ? ഓ എന്നിട്ട് നാളെ രാവിലെ വീണ്ടും ആശുപത്രിയിൽ പോണോ? നാളെ രാവിലെ അമ്മ ആശുപത്രിയിലല്ല പോകേണ്ടത്, നമുക്ക് ലാബിലാണ് പോകേണ്ടത്. അപ്പോൾ മണ്ണുണ്ടോ അമ്മ? ഇല്ലല്ലേ? ആ ലാബിലാണ് പോകേണ്ടത്. ലാബിൽ പോയിട്ട് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കൊണ്ട് മേടിക്കണം, അതാണ് വേണ്ടത്. എന്നിട്ട് ആശുപത്രിയിൽ പോണോ? എന്നിട്ട് ആശുപത്രി പോകണമെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ പോവാം. അമ്മയുടെ കാലിൽ മണ്ണ്, അതാണ്. അപ്പോൾ അമ്മയ്ക്ക് ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം, അല്ലെങ്കിൽ റിസൾട്ട് കൊണ്ട് ഞാൻ പോയാലും മതി. അയ്യോ എൻ്റെ മോൻ പോയാൽ മതി. എനിക്ക് ആശുപത്രി കേൾക്കുമ്പോഴേ പേടിയാ. ആ ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, നമുക്ക് പോകണ്ട, അമ്മക്ക് കാലിന് നല്ല വേദനയുണ്ട്. അമ്മ ഞാൻ തിരുമ്പി തരാം കാല്. അയ്യോ വേണ്ട, യവൻ ചുമ്മാ ഇരുന്ന് തടവുന്നത്. അതാ എൻ്റെ കാലിതേ ഒരു കുഴപ്പമില്ല. എടി 20 വയസ്സിന്റെ തിളപ്പ് ഇപ്പോഴും ആ കാലിലുണ്ട്, യൗവനത്തിന്റെ ചെറുതുറുപ്പ്. വേണമെങ്കിൽ നിങ്ങളുടെ കൂടെ അമ്മ കല്യാണം നടന്നു വരും. അയ്യോ അയ്യോ ഞാൻ വരുന്നില്ല, എൻ്റെ മക്കൾ സന്തോഷത്തോടെ പോയിട്ട് വരില്ല. അല്ലേട്ടാ ഞങ്ങളും പോണില്ല. അതെനിക്ക് മനസ്സിലായി. പൊയ്ക്കോട്ടാന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പൊയ്ക്കോളാൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് വലിയ സന്തോഷത്തോടെ ആവേശത്തോടെ നിൽക്കുകയാണ്. എന്തിൻ്റെ നമ്പറൊക്കെ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, പോണേനെ ഒരു 5 മിനിറ്റ് മുമ്പ് വിളിച്ചാൽ ഞാൻ അപ്പുറത്തുണ്ട്. നീയോ എൻ്റെ ബാബുവിനൊന്ന് കാണാനുണ്ട്. വിളിച്ചാൽ ഞാൻ ഇറങ്ങാൻ നേരത്തിന് വിളിച്ചാൽ ചേട്ടാ. അമ്മ കിടന്നു, അമ്മ കിടന്നു. ഒന്നുമില്ല, നീ പോവാന്നല്ലേ പറഞ്ഞേ? പോയിട്ട് എപ്പോ വരും ഏട്ടാ? എപ്പോ വരും? അല്ല ഞാൻ 5 മിനിറ്റ് നിങ്ങൾ വിളിച്ചാൽ അപ്പോൾ എത്തി ഞാൻ. വേണ്ട, നീ സമയം പോലെ വന്നാ മതി. ഞങ്ങൾക്ക് അങ്ങനെ പോണോന്നില്ല. കനക പോണോന്ന് അത്ര നിർബന്ധമില്ല ഏട്ടാ. എന്താ പറഞ്ഞ എന്ത് പറയാനാ വന്നെ? അല്ല ഇത് പറയാൻ പോണോന്ന് നിർബന്ധമില്ല. പറയാനുള്ള പറയടി, എന്തെങ്കിലും പറയണ്ടേ പറഞ്ഞോ. അതെ ആ കല്യാണത്തിന് പോവാനേ. അത് ഞാൻ ഓട്ടോയിൽ പോയാൽ മതി. ഓട്ടോയിൽ പോയാൽ മതി, ഞാൻ എടുത്ത് വെച്ചാൽ നീ പറഞ്ഞു നന്നായി. അത് ചോദിച്ചുകൂടെ എൻ്റെ അടുത്ത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞൂടെ എൻ്റെ അടുത്ത്? വിളിച്ചാൽ മതിയാ. എന്നോട് പറയണേ. ബാക്കി അവളെ കാണോടി. അങ്ങനെ അധികം ദൂരമൊന്നും ഇല്ലല്ലോടാ. വിളിച്ചാൽ മതി. ചേച്ചിക്ക് പറയാറുന്നില്ലേ? എനിക്ക് പറയാറുന്നില്ലേ? ചേച്ചി എന്ത് പറഞ്ഞു? ഞാനല്ലേ പറഞ്ഞത് മുഴുവൻ? എത്രയല്ലേ പറഞ്ഞത്? നീ വല്ലതും പറഞ്ഞോ? ഞാൻ പറഞ്ഞില്ല. എനിക്ക് പേടി ചേച്ചി. അവൻ എന്താ രാക്ഷസനാണ്? പിടിച്ച് തിന്നുവോ? പിടിച്ച് തിന്നുവോ ചോദിക്കാറുന്നില്ലേ? ഇനിയിപ്പോ വേണ്ട, പോകണ്ട. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യണത്? പോണ്ട, വെറുതെ ആഗ്രഹിച്ചത് മിച്ചം. എന്നാ 500 രൂപ കിട്ടിയിട്ടുണ്ട്, വെച്ചോ. ഞാൻ പോണില്ല. ഈ പെണ്ണിനോട് ഇത് എന്തോരം പറഞ്ഞാലും മനസ്സിലാവൂലാത്തിന്റെ ഏടി നിനക്ക്. അമ്മ ഇങ്ങനെ വയ്യാതിരിക്കുമ്പോ എങ്ങനെയാണ് ഞങ്ങള് പോണത്? അമ്മ വർത്താൻ എൻ്റെ അടുത്ത് പറയല്ലേ. അതിന് ശേഷമല്ലേ പിന്നെ നമ്മൾ മാമനുമായിട്ട് പ്ലാൻ ചെയ്ത് പോവാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഉത്സാഹമായിരുന്നു. പിന്നെ അതിനുശേഷമല്ലേ ഇത്രയും സംഭവം ഉണ്ടായത്. പിന്നെ പോവാൻ ആഗ്രഹമില്ല.
നമുക്ക് നല്ല ആഗ്രഹമുണ്ട്. പിന്നെ നല്ല ആഗ്രഹം ഉണ്ടെന്ന് നിന്നോട് പറഞ്ഞു. ആ പറഞ്ഞു. അതുകൊണ്ടല്ലേ ഇന്നലെ മുഖത്ത് സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടി എന്തൊക്കെ എടുത്തിട്ട്. അതല്ലാത്ത സമയത്തൊക്കെ ഇടാറുണ്ട്. എടി സാരമില്ല, ഇപ്പൊ നീ പോയിട്ട് വാ. നിന്റെ ഫ്രണ്ട്സ് എല്ലാരും അവിടെ എത്തി. കുഞ്ഞ് പെട്ടെന്ന് റെഡിയാവും. നീ പോണില്ലേ? നല്ല കാര്യം, പോവണ്ട. നിനക്ക് വല്ല കാര്യം ഉണ്ടായോ? ഇല്ലാത്ത പൈസ ഉള്ള 1000 രൂപ എടുത്ത് കൊടുക്കേണ്ട കാര്യം ഉണ്ടായോ? ഞാൻ പറഞ്ഞതാണോ? നിങ്ങൾക്ക് കൂടെ വന്ന എന്താ? ഇടി ആഗ്രഹം ഉണ്ടായാൽ മതിയോ? പൈസ വേണ്ടേ? എടി ഞങ്ങള് വന്നില്ലേലും കുഴപ്പമൊന്നുമില്ല. നിന്റെ കൂട്ടുകാരുടെ കല്യാണം, പോവാൻ നോക്ക് മര്യാദക്ക്. ഇപ്പോൾ കൂട്ടുകാരുടെ കല്യാണത്തിന് നേരത്താ വാടാ. എന്തൊരു മഴ. എങ്ങനെയുണ്ടെന്ന് നോക്കൂ. നോക്ക്. വേണ്ട, അങ്കിള് തിരിച്ചുകൊണ്ട് കൊടുത്തിട്ട് പൈസ മാമിക്ക് കൊടുത്തെങ്കിൽ വേണ്ട. വേണ്ടേ? അവളിപ്പോ വരുന്നില്ല അന്ന്. ഞങ്ങളില്ലാത്തോണ്ട്. അതിന് ഞങ്ങളില്ലെന്ന് ആര് പറഞ്ഞു? ഞങ്ങളുണ്ടോ? ഞങ്ങൾക്ക് അതിന് മഞ്ഞ ഡ്രസ് ഉണ്ടോ? പിന്നെ നമ്മളെല്ലാരും കൂടെ പോന്നേ. ഇതിട്ടോണ്ട് നമ്മളെല്ലാം കൂടെ അല്ലേ പോന്നത്. എല്ലാവർക്കും ഡ്രസ്സായല്ലോ. 1000 രൂപയ്ക്ക് ഇതെങ്ങനെ ഇത്രയും? നോക്ക്, സെലക്ഷൻ എങ്ങനെ ഉണ്ടെന്ന് നോക്ക്. എന്റെ അമ്മ സാരി. ഇതെവിടുന്നാ? ഇതെങ്ങനെയാന്ന്? വിളിച്ചു തന്ന 1000 രൂപ ഞാൻ നേരെ കമ്പോളത്തിൽ പോയി. 1-2 പേരോട് 10,000-2,500 മറിക്കാൻ നോക്കിയിട്ട് ഒരാളുടെ കയ്യിലും പൈസ ഇല്ല. മാസാവസാനം എന്നൊക്കെ കുറെ ഒഴിവ് പറഞ്ഞു. ഞാനങ്ങനെ എന്ത് വരട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ പൂജപ്പുര തുണിക്കടത്ത് രമേശിന്റെ കടയിലോട്ട് വന്നിട്ട് പറഞ്ഞാടാ 2 ജോഡി ചുരിദാർ, ഒരു മഞ്ഞ ഷർട്ട്, പിന്നെ ഒരു മഞ്ഞ സാരി, എല്ലാം മഞ്ഞ വേണോ അല്ലേ, പൈസ പിന്നെ തരാന്ന് പറഞ്ഞു. അവൻ പറയണ നിനക്ക് വേണ്ട എടുത്തോണ്ട് പോ, കണക്ക് നമ്മൾ പിന്നെ പറയാന്ന്. ഞാൻ ആകെ വാവളന്ന് പോയി. പിന്നല്ലേ മനസ്സിലായേ അവന്റെ 2 ബൈക്ക് കംപ്ലൈന്റ് ആയിട്ടിരിക്കുക, ഭാര്യയുടെ അവന്റെ. അത് നാളെ എടുത്ത് വർക്ക്ഷോപ്പിൽ കൊണ്ട് ശരിയാക്കി കൊടുക്കണമെന്ന് പറയും. കൂലിയൊക്കെ അതിനകത്ത് പറയാന്ന് പറഞ്ഞു. സത്യം ദൈവം രമേശിന്റെ രൂപത്തിൽ അവതരിപ്പിച്ചു. അതുകൊണ്ട് നമ്മളിന്ന് മഞ്ഞപ്പടയായിട്ട് മഞ്ഞ കല്യാണത്തിന് പോകും. എങ്ങനെയുണ്ട്? നല്ലതാ. ഏട്ടൻ ഇത് കണ്ടു കഴിഞ്ഞാൽ ഏട്ടന് വിഷമാവും. എന്തിന്? ഇവള് തന്നെ മറ്റേ വേറെ ചുരിദാർ ഇട്ടുണ്ട് പോണേന്ന് പറയാൻ തന്നെ വിഷമായിരുന്നു. ഇനി ഇതും കൂടി ഞങ്ങളും കൂടി വേറെ ഇടണേന്ന് പറഞ്ഞാൽ ഏടാ, മച്ചമ്പിക്ക് അറിയാമല്ലോ നമ്മൾ ഹൽദി കല്യാണത്തിനാ പോന്നേന്ന്. അപ്പൊ അതിന് മഞ്ഞ ഇട്ടോണ്ട് പോകണമെന്ന് പുള്ളിക്കാരൻ അറിയാം. അപ്പൊ അതിന് വേണ്ടി നമ്മൾ മഞ്ഞ മേടിച്ചു. മച്ചമ്പി മേടിച്ച് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. അല്ല ഞാൻ മേടിച്ചെന്ന് പറയുമ്പോ തന്നെ സന്തോഷമാവും. അല്ലടാ, ഇപ്പൊ പറയണ്ട അവനോട്. നമുക്ക് പോയി, എന്തായാലും അവനോട് ഇല്ലല്ലോ. നമുക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ കാര്യം എന്താന്ന് പറഞ്ഞാൽ മതി. പരാതി വരാതെ ഞാൻ പ്രശ്നം പരിഹരിച്ചോളാം. ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? നീ ഇത്ര നന്നായിട്ട് സെലക്ട് ചെയ്യോ? വാ വാ വാ. അയ്യോ ദേ ഇത് നല്ല രസമുണ്ട്. അടിപൊളി, നല്ല സെലക്ഷൻ. താങ്ക് യു. അപ്പൊ ഇതൊക്കെ ഇട്ടിട്ട് നമ്മള് സമയമില്ല. റെഡിയാ. എന്റെ കവർ പറയും. എന്റെ ഷോള് ഞാൻ പോയിട്ട് വരാവേ. റെഡി ആയിട്ട് അവിടെ നിൽക്കാം. ആ എന്റെ അതുണ്ട്, എന്റെ അതുണ്ട്. മാമി ഇറങ്ങിയില്ല ഇതുവരെ. സമയായി. ഞാൻ എത്ര നേരമായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാ. ഞങ്ങളടി ചേച്ചി അടുത്ത് ഞാൻ പറഞ്ഞല്ലേ ഇത്തിരി ഒന്ന് ഷേപ്പ് ചെയ്ത് തരാൻ. നീ ആ ചുരിദാർ കൊണ്ട് തന്നോ എന്റെ കയ്യില്? സമയമില്ല. ഇത് കണ്ടോ? നിന്റെ കൊള്ളാം. ഷേപ്പ് ഈ ബ്ലൗസ് ചേരുന്നുണ്ട് ഇതിന്. നല്ല മാച്ച് ആയിട്ടുണ്ട്. ആണല്ലേ? അവര് വിളിക്കുന്ന അമൃത. ആരാ? അമൃത കല്യാണ വീട്ടിൽ നിന്ന്. എന്താണ്? ഓ വേണ്ട, എടുത്ത എനിക്ക് വഴക്ക് കിട്ടും. എന്തിന്? അരമണിക്കൂറായിട്ട് ഞാൻ ഇറങ്ങി പറയും. ഇതുവരെ എത്താത്ത എന്താന്ന് ചോദിക്കാനായിരിക്കും. ചിലപ്പോ അതിനായിരിക്കണമെന്നില്ല. മറ്റേ കല്യാണപ്പെടന്റെ മുത്തശ്ശനെ കണ്ട് വയ്യാതെ നടക്കില്ലേ? എന്റെ പൊന്നച്ച നാക്ക് വളക്കല്ലേ. ഇനിയെങ്കിലും ഞങ്ങക്ക് പോണേ. ഒരുങ്ങിപ്പോയി, അതുകൊണ്ടാ. അയാൾക്ക് അത്രയും വയ്യാതെ കിടക്കുവാണോ? പോട്ടെ ഏട്ടാ. ഇറങ്ങിയേ. ആ ഇറങ്ങും. അമ്മ പറയും. എന്നാ പോട്ടെ. വേടാ, ഇതാ ഇവൻ എടുത്തത്. ആ സൂപ്പർ, അടിപൊളി. പോട്ടെ. ഇതേ വിളിക്കുന്ന അഞ്ജലി. കല്യാണ പെണ്ണല്ലേ? എന്റെ ദൈവം, ഇത് ഈ പിശാശി പറഞ്ഞ പോലെ അങ്ങോർക്ക് എന്താ പറ്റിയെന്ന്. ഞാൻ പറയുന്നത് അങ്ങനെയൊന്നും പലിക്കാറില്ല. അതാന്ന് തോന്നുന്നു. നമുക്ക് പോകാൻ വിധിച്ചിട്ടില്ല. എടുക്ക് മക്കൾ, അങ്ങനെ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്ക്. താമസിച്ചോടായിരിക്കും. ഹലോ. ആ എത്താറായി. ദാ ഇപ്പൊ എത്തി. ഇത് അങ്ങെത്തിയേ. ശരി വരാം. പോയി. ഓക്കെ. ഇതുവരെ വന്നില്ലേ എന്ന് ചീത്ത വിളിച്ചോണ്ടിരിക്കും. ഒരു മഞ്ഞ ഉടുപ്പിട്ട് ഞാൻ കൂടെ വരാറുണ്ട്. ഏട്ടാ അമ്മേനെ നോക്കിക്കോണേ. ശരി. മഞ്ഞ കല്യാണത്തിന് വന്നെത്തിയ തുമ്പികളിൽ